ഒരുപാട് ഫോട്ടോയിലും വീഡിയോയിലുമൊക്കെ കണ്ട തഞ്ചൈ പെരിയ കോവിൽ എന്ന തഞ്ചാവൂരിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. കൂടെ രംഗനാഥസ്വാമി ക്ഷേത്രവും ഗംഗൈകൊണ്ട ചോളപുരവും ചിദംബരവുമൊക്കെ കാണാനും പ്ലാനുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങി. കുഞ്ഞുമണിയെ ഉറക്കത്തിൽ തന്നെ എടുത്തായിരുന്നു യാത്ര. ആദ്യത്തെ ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തത് തിരുച്ചിറപ്പള്ളിയിലാണ്. തിരുച്ചിറപ്പള്ളിയിൽ ഞങ്ങൾ ഏകദേശം വൈകിട്ട് 5 മണിക്കെത്തി. എയർബിഎൻബി വഴിയാണ് ഇത്തവണ യാത്രയ്ക്ക് റൂമുകളെല്ലാം തന്നെ ബുക്ക് ചെയ്തത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച റൂം തന്നെയായിരുന്നു തിരുച്ചിറപ്പള്ളിയിലേത്. കുഞ്ഞുമണിക്ക് ആഹാരം നൽകുന്ന സൗകര്യം നോക്കിയാണ് ഇങ്ങനെ റൂം ബുക്ക് ചെയ്തത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി തന്നെ നമുക്ക് റൂം ഇതുവഴി ബുക്ക് ചെയ്യാവുന്നതാണ്. 6 മണിക്ക് തന്നെ ഞങ്ങൾ രംഗനാഥസ്വാമി ക്ഷേത്രം കാണുന്നതിനായി ഇറങ്ങി. ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമുള്ള ക്ഷേത്രവും ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരവും ഇവിടെ തന്നെയാണ്. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഉയരം കാണേണ്ട കാഴ്ച തന്നെയാണ്. രംഗനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ രാത്രി ചടങ്ങുകളും കണ്ട് തിരുച്ചിറപ്പള്ളി നഗരത്തിലെ കാഴ്ചകളും ആസ്വദിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. തിരുച്ചിറപ്പള്ളിയിൽ നിന്നും അടുത്ത ദിവസം 7 മണിക്ക് തന്നെ തഞ്ചാവൂരിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം 69 കിലോമീറ്റർ ഉണ്ടായിരുന്നു തഞ്ചാവൂരിലേക്ക്. ഒറ്റക്കല്ലിൽ തീർത്ത ശിവലിംഗവും നന്ദിയും നിഴൽ വീഴാത്ത ക്ഷേത്ര ഗോപുരവും ഒക്കെ പറഞ്ഞാൽ തീരാത്ത തഞ്ചാവൂരിലെ അത്ഭുത കാഴ്ചകളാണ്. കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞ 3 ക്ഷേത്ര കവാടങ്ങൾ കടന്നാണ് ക്ഷേത്രമുറ്റത്തെത്തുന്നത്. നൂറുകണക്കിന് കൽത്തൂണുകൾ കൊണ്ട് പണിത ചുറ്റുമതിലും ആയിരക്കണക്കിന് ശിവലിംഗങ്ങളും നിറഞ്ഞ തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ്. ക്ഷേത്രത്തിലെ കൊത്തുപണികളിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. പാറക്കല്ലുകളിൽ ഇത്രയും സൂക്ഷ്മമായ കലാവൈഭവം എങ്ങനെ കൊത്തിയുണ്ടാക്കി എന്ന് അത്ഭുതപ്പെട്ടു പോയേക്കാം. തഞ്ചാവൂരിലെ കാഴ്ചകൾ അത് കണ്ടു തന്നെ ആസ്വദിക്കണം. തഞ്ചാവൂരിൻ്റെ പ്രത്യേകതകളിലൊന്നായ തലയാട്ട് ബൊമ്മയും വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും ചിദംബരത്തേക്ക് യാത്ര തിരിച്ചു. തഞ്ചാവൂരിൽ നിന്ന് 109 കിലോമീറ്ററുകളാണ് ചിദംബരത്തേക്കുള്ളത്. ചിദംബരത്തെത്തി വൈകുന്നേരം 3 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ഗംഗൈകൊണ്ട ചോളപുരം കാണാനായി ഇറങ്ങി. തഞ്ചാവൂർ ക്ഷേത്രം പണിത രാജരാജ ചോളൻ്റെ മകൻ പണിത മറ്റൊരു അത്ഭുതമാണ് ഗംഗൈകൊണ്ട ചോളപുരം. ഞങ്ങൾ വൈകുന്നേരമായിരുന്നു ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വെയിൽ വളരെ കുറവായിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട നിർമ്മിതി കൂടിയാണ് ഗംഗൈകൊണ്ട ചോളപുരം. ചിദംബരത്തുള്ള പഞ്ചഭൂത ക്ഷേത്രങ്ങളിലൊന്നായ തില്ലൈ നടരാജ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. ഗംഗൈകൊണ്ട ചോളപുരം കണ്ട് ചിദംബരത്ത് തന്നെ സ്റ്റേ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് രാവിലെ തന്നെ തില്ലൈ നടരാജ ക്ഷേത്രത്തിൽ തൊഴുവാൻ സാധിച്ചു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്ന 108 നാട്യഭാവങ്ങളും കൊത്തിവെച്ച ഇവിടുത്തെ ക്ഷേത്ര ഗോപുരം ഒരു കാഴ്ച തന്നെയാണ്.
അവിടുത്തെ കാഴ്ചകളും കണ്ട് രാവിലെ 9 മണിയോടുകൂടി ഞങ്ങൾ മധുരയ്ക്ക് തിരിച്ചു. മധുര എത്തുന്നതിന് മുൻപ് കാരൈക്കുടി എന്ന സ്ഥലത്തുള്ള ചെട്ടിനാട് കൊട്ടാരവും കണ്ടാണ് ഞങ്ങളുടെ യാത്ര തുടർന്നത്. 7:30 മധുരയിലെത്തി അന്ന് അവിടെ സ്റ്റേ ചെയ്ത ശേഷം പിറ്റേ ദിവസം രാവിലെ മധുര മീനാക്ഷി ക്ഷേത്രവും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഏകദേശം 5:30 മണിയോടുകൂടി തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.